ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഐശ്വര്യ അല്ലേ? ഐശ്വര്യ പത്തനംതിട്ട ഐശ്വര്യ വന്നിരിക്കുന്നത് സംസ്കൃത പദ്യപാരായണമായിരുന്നു വിഷയം. അപ്പോൾ സംസ്കൃതം ഒരു ക്ലാസിക് ഭാഷ എന്ന നിലയിലൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ആ പദവി അലങ്കരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ്. ഒരുപാട് പേർക്ക് അറിയാത്ത സംഭവം കൂടിയാണ്. ഈ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ സംസ്കൃതം പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ 7ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കുന്നുണ്ട്. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് സ്കൂളിൽ സംസ്കൃതം എടുത്തിരിക്കുന്നത്. സംസ്കൃതം പദ്യപാരായണം മാത്രമല്ല, സംസ്കൃതം സംഘഗാനത്തിലുണ്ട്. സംസ്കൃത സംഘഗാനത്തിനുണ്ട്. അങ്ങനെ ഇനി നമുക്ക് അതെ ഇപ്പൊ ഇന്ന് അവതരിപ്പിച്ച് അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാവോ? പദ്യപാരായണം. अस्त्युस्तरस्यां दिशि देवतात्म हिमालयो नाम नगाधिराज पूर्वापरौ तोयनिधिवगाह्य स्थित पृथिव्या इव मानदण्ड यं सर्वशैला परिकल्प्य वत्सं मेरौ स्थिते दोग्धरी दोहदक्षे भास्वन्ति रत्नानि महौषधीश्च पृथुपदिष्टां दुदुहुर्धरित्रीम्. ഇതിന്റെ ഒരു കഥ എങ്ങനെയാ? ഇതിന്റെ ഒരു ഇതിവൃത്തം എങ്ങനെയാണെന്ന് പറയുമോ? ഇത് മഹാകവി കാളിദാസന്റെ മഹാകാവ്യമായ കുമാരസംഭവത്തിലെ 1ാം സർഗമാണ്. ഇത് ഹിമാലയ വർണ്ണനയാണ് പറയുന്നത്. ഇത് കാർത്തികേയൻ കുമാരൻ്റെ ജീവിതകഥയാണ് പറയുന്നത്. അപ്പോൾ അതിനു മുൻപ് പാർവതി പരമേശ്വര പരിണയത്തിന് മുൻപുള്ള ഹിമാലയ വർണ്ണനയാണ് ഇതിലെ ഭാഗം. സംസ്കൃതം ഞാനും സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചതാണ്, എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഇത്തരത്തിൽ ഒരു ആർക്കും അങ്ങനെ വലിയ പരിചയമില്ലാത്തൊരു സംഭവമാണല്ലേ എനിക്ക് തോന്നുന്നത്. ഒരു അതിനും അധികം ആളുകൾ കാഴ്ചക്കാർ ഒരുപാട് ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷെ എന്നാൽ പോലും അത് പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യം കൂടെ. ഞങ്ങൾക്ക് പിന്നെ പഠിക്കുന്ന സമയത്ത് ഈ മലയാളത്തിൽ എഴുതാമായിരുന്നു. സംസ്കൃതം മലയാളത്തിൽ എഴുതിയെടുക്കായിരുന്നു. ഹിന്ദി ദേവനാഗരി ഭാഷയല്ലാതെ അങ്ങനെ ചെയ്യാമായിരുന്നു. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചു, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് വേദികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കൂടി ചെയ്യുകയാണ്. കുഞ്ഞു ഉപഹാരം ഞങ്ങൾ സമ്മാനിക്കുകയാണ്. A ഗ്രേഡിന്റെ കൂടെ ഒരു ചെറിയൊരു ഗിഫ്റ്റ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരാണ്.